AC Learning, powered by Elegant Central Education and Research Center. കുഞ്ഞുമക്കളെ, ഓണക്കാലം എല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ? ബന്ധുവീട്ടുകളിൽ പോയും ടൂറ് പ്രോഗ്രാം അങ്ങനെ അടിപൊളിയാക്കിയല്ലേ? എന്നാൽ കുഞ്ഞുമക്കളെ, നമ്മളെപ്പോലെ അടിച്ചു പൊളിച്ചും തുള്ളിച്ചാടിയും കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് കഴിയാതെ പോയ കുറച്ച് പേരുണ്ട്. അവരെപ്പറ്റി നമ്മൾ എന്തെങ്കിലും ഓർക്കാറുണ്ടോ? അങ്ങനെയുള്ള ഒരു കുഞ്ഞു മോളുടെ കഥയാണ് നമ്മുടെ മലയാളം പുസ്തകത്തിലെ 6ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ കുഞ്ഞു മകളുടെ പേരെന്താണ്? ഷൈനി. അവൾക്ക് നമ്മളെപ്പോലെ ഓടാനും ചാടാനും ആഗ്രഹമുണ്ടെങ്കിലും അതിനൊന്നും പറ്റുന്നില്ല. ചിത്രത്തിലൊന്ന് നോക്കൂ, അതെങ്ങനെയാണ് മനസ്സിലായത്? അവൾ എന്തിലാണിരിക്കുന്നത്? മിടുക്കൻ, വീൽ ചെയറിൽ അല്ലേ? നടക്കാൻ കഴിയാത്ത മക്കൾക്ക് ഇരുന്നു കൊണ്ട് സഞ്ചരിക്കാനുള്ള ഒരു ഉപകരണമാണ് വീൽ ചെയർ. ആ ചെയറിൽ ചക്രങ്ങളുള്ളതുകൊണ്ട് ആ ചെയർ ഉരുട്ടി അവർക്ക് മുറ്റത്തും പുറത്തുമെല്ലാം സഞ്ചരിക്കാം. നമ്മൾ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ ബലമുള്ള കാലുകളെ കൊണ്ട് നമ്മൾ ഓടിച്ചാടി നടക്കുന്നു അല്ലേ? ഈ കുഞ്ഞു മകളുടെ കൂട്ടുകാരാരെല്ലാമാണ്? ചിത്രത്തിലൊന്ന് നോക്കൂ, ആരെല്ലാമാണ്? പൂച്ച, നായ, ഉറുമ്പ്, പൂമ്പാറ്റ, കാക്ക, കോഴി, ഇവരെല്ലാമാണ് ഷൈനി മോളുടെ കൂട്ടുകാർ. കുഞ്ഞുമക്കളെ, ഷൈനിയുടെ കയ്യിൽ എന്താണുള്ളത്? ഷൈനിയുടെ പാത്രത്തിൽ എന്തോ ഒരു ഭക്ഷണ സാധനം ഉണ്ട് അല്ലേ? അവൾ അതിൽ നിന്നും ഓരോ കഷ്ണങ്ങൾ പൊട്ടിച്ച് അവളുടെ കൂട്ടുകാർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. ആരാണ് ഷൈനിയെ വിളിക്കുന്നത്? ഇലയിൽ നിന്ന് ഷൈനിയെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഒരാളുണ്ട്. നോക്കൂ, ആരാണത്? അത് തന്നെ ഉറുമ്പ് അല്ലേ? ഷൈനി, ഷൈനി. ഉറക്കെ വിളിക്കുകയാണ്, ഷൈനി, ഷൈനി. ആരാ? ഞാനാ. എന്താ? വിശക്കുന്നു. തിന്നാൻ ഇത്തിരി അവലോ മലരോ അരിയോ പൊരിയോ അടയോ വടയോ തരുമോ ഷൈനി? എനിക്ക് വല്ലാതെ വിശക്കുന്നു, എനിക്ക് തിന്നാൻ എന്തെങ്കിലും തരുമോ എന്ന് ഷൈനിയുടെ കൂട്ടുകാരൻ ഉറുമ്പ് ചോദിക്കുകയാണ്. ചോദിച്ചു വന്നവർക്കെല്ലാം ഷൈനി അവളുടെ പ്ലേറ്റിലുള്ള അപ്പത്തിൽ നിന്ന് ഓരോ തുണ്ടം കൊടുത്തു. ചിത്രത്തിലേക്ക് നോക്കൂ, ഉറുമ്പിൻ്റെ കയ്യിലും പൂച്ചയുടെ കയ്യിലും കോഴിയുടെ കയ്യിലും എല്ലാം ഉണ്ട് പലഹാരത്തിൻ്റെ തുണ്ടുകൾ. എന്ത് പലഹാരമായിരിക്കുമെന്ന് നമുക്ക് ഈ പാട്ടിൽ ഒന്ന് നോക്കാം. വെളുവെളുത്തൊരു പാലപ്പം എങ്ങനെ ചെറുതായി, കോഴി വന്ന് കൊത്തിയിട്ടോ പൂച്ച വന്ന് തിന്നിട്ടോ, പതുപതുത്തൊരു പാലപ്പം എങ്ങനെ ചെറുതായി. അപ്പോൾ ഷൈനിയുടെ കയ്യിൽ എന്ത് പലഹാരമാണെന്ന് നമുക്ക് മനസ്സിലായി. എന്ത് പലഹാരമാണ്? മിടുക്കൻ, പാലപ്പം അല്ലേ? മക്കൾ പാലപ്പം തിന്നിട്ടുണ്ടോ? എന്താണ് പാലപ്പത്തിൻ്റെ നിറം?
വെള്ള അല്ലേ? പിന്നെ പാലപ്പത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നല്ല പതുപതുപ്പ് ഉണ്ടായിരിക്കും അല്ലേ? നല്ല മിനുസം സ്പോഞ്ച് പോലെ ആയിരിക്കും. പിന്നെയോ ചെറിയ ചെറിയ ഓട്ടകൾ ഉണ്ടായിരിക്കും. ഇത്തിരി മധുരമുണ്ടായിരിക്കും. വെളുവെളുത്തതായിരിക്കും അല്ലേ? ആ പാലപ്പമാണ് നമ്മുടെ ഷൈനി മോളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ആ പാലപ്പമാണ് അവളുടെ കൂട്ടുകാർക്കൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് നൽകിയിരുന്നത്. ഇനി ഒരു പ്രാവശ്യം കൂടി നമുക്ക് ആ പാട്ടൊന്ന് ചൊല്ലി നോക്കി അതിനടിയിലുള്ള വരികൾ പൂരിപ്പിക്കാം. വെളുവെളുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി. എങ്ങനെയായിരിക്കും ചെറുതായിട്ടുണ്ടായിരിക്കുക? ഷൈനി അവളുടെ കൂട്ടുകാർക്കെല്ലാം ഓരോ കഷണം പൊട്ടിച്ചു കൊടുക്കുമ്പോൾ പാലപ്പം ചെറുതായി ചെറുതായി വന്നു തുടങ്ങി. കോഴി വന്ന് കൊത്തിയിട്ടോ, പൂച്ച വന്ന് തിന്നിട്ടോ, പതുപതുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി. ഇനി എന്തു വരി എഴുതാം? കാക്ക വന്ന് കൊത്തിയിട്ടോ, നായ വന്ന് തിന്നിട്ടോ, ഓട്ടകളുള്ളൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി. മക്കള് ആ 4 വരി ടീച്ചർ ചൊല്ലിയതിൽ നിന്നും പൂരിപ്പിക്കണേ. പാലപ്പം തിന്ന പൂച്ചക്കുട്ടൻ പാലപ്പത്തെക്കുറിച്ച് അറിയാവുന്നത് പറയാൻ തുടങ്ങി. പാൽ നിറമുള്ളൊരു പാലപ്പം, പാൽ രുചിയുള്ളൊരു പാലപ്പം. പാലപ്പത്തിൻ്റെ നിറമെന്താണ്? പാലിൻ്റെ നിറം വെള്ള നിറമാണ് അല്ലേ? പാൽ രുചിയുള്ളൊരു പാലപ്പം. പാലപ്പത്തിൻ്റെ രുചിയോ പാലിൻ്റെ രുചിയോട് സാമ്യതയുള്ള രുചിയാണ്. ഇത് രണ്ടുമാണ് നമ്മുടെ പൂച്ചക്കുട്ടൻ പറഞ്ഞത്. ഇനി നമുക്കറിയാവുന്നവ ഒന്ന് എഴുതി നോക്കിയാലോ? അമ്മ ചുട്ടൊരു പാലപ്പം, ഓട്ടകളുള്ളൊരു പാലപ്പം, വട്ടനയുള്ളൊരു പാലപ്പം, ആഹാ നല്ലൊരു പാലപ്പം. ആദ്യം ഒന്നുകൂടി പാടാം. പാൽ നിറമുള്ളൊരു പാലപ്പം, പാൽ രുചിയുള്ളൊരു പാലപ്പം, അമ്മ ചുട്ടൊരു പാലപ്പം, ഓട്ടകളുള്ളൊരു പാലപ്പം, വട്ടനയുള്ളൊരു പാലപ്പം, ആഹാ നല്ലൊരു പാലപ്പം. മക്കൾ എഴുതണേ. അടുത്തത് നോക്കൂ, രുചിമേളം. രുചി അനുസരിച്ച് നമുക്ക് ആഹാരത്തെ ഒന്ന് തരംതിരിച്ചാലോ? മധുരമുള്ളവ, പുളിയുള്ളവ, കയ്പുള്ളവ. ഇതിലെ ഒന്നാമത്തേതാണ് മധുരമുള്ളവ. കുഞ്ഞുമക്കൾക്കെല്ലാം ഏറ്റവും ഇഷ്ടം ഏത് രുചിയാണ്? മധുരമാണ് അല്ലേ? മധുരമുള്ളവയ്ക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞാലോ? ലഡു, ജിലേബി, മിഠായി ഇവയ്ക്കെല്ലാം മധുരമാണ്. ഇനി പുളിയുള്ളവയ്ക്ക് ഏതായിരിക്കും? മിടുക്കൻ, നാരങ്ങ, മാങ്ങ, മോര് ഇതെല്ലാം പുളിരസമുള്ളതാണ് അല്ലേ? അടുത്തത് ആർക്കും ഇഷ്ടമില്ലാത്ത രുചിയാണ്. എന്താണത്? കയ്പുള്ളവ. കയ്പുള്ളവയ്ക്ക്
ഏതാണ് നമ്മൾ ഉദാഹരണം പറയുക? പാവയ്ക്ക. നമ്മൾ കൈപ്പക്കായ, കൈപ്പയ്ക്ക എന്നൊക്കെ പറയും അല്ലേ? പാവയ്ക്ക എന്നും പറയും. പിന്നെ നെല്ലിക്ക. അടുത്തത് കഷായം. കഷായം നമുക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോൾ അമ്മമാർ കഷായം തരും അല്ലേ? ആയുർവേദ മരുന്നിൽ പെട്ട ഒരു വിഭാഗമാണ് കഷായം. കഷായം കുടിക്കുമ്പോൾ ആർക്കാ ഇഷ്ടമുണ്ടാവുക? കുഞ്ഞുമക്കൾക്ക് ഇഷ്ടമാണോ? അല്ല. എന്താ കാരണം? കഷായത്തിന് നല്ല കയ്പ്പ് രുചിയായിരിക്കും. അപ്പോൾ നമ്മൾ ഭക്ഷണത്തെ രുചിക്കനുസരിച്ച് 3 തരമായി തിരിച്ചു: മധുരമുള്ളവ, പുളിയുള്ളവ, കയ്പുള്ളവ. മക്കൾ ഓരോന്നിനുമുള്ള ഉദാഹരണങ്ങൾ അവിടെ എഴുതണം. മധുരമുള്ളവയ്ക്ക് ലഡു, ജിലേബി, മിഠായി, പായസം ഒക്കെ എഴുതാമല്ലേ? പുളിയുള്ളവയ്ക്ക് നാരങ്ങ, മാങ്ങ, മോര്, ഇതെല്ലാം പുളിയുള്ളവയ്ക്ക് എഴുതാം. കയ്പുള്ളവയ്ക്കോ പാവയ്ക്ക, നെല്ലിക്ക, കഷായം എഴുതാൻ മറക്കരുതേ. മക്കളെ, ചിത്രം നോക്കൂ. കാക്ക പ്രഥമൻ ഉണ്ടാക്കിയ കഥ പറയൂ, എഴുതൂ. കാക്ക പ്രഥമൻ ഉണ്ടാക്കിയത് എങ്ങനെയാണ് എന്ന് കാക്ക പറയുന്നത് പോലെ തന്നെ എഴുതണേ. നമുക്കൊന്ന് എഴുതി നോക്കാം. ഒരു ദിവസം ഞാൻ പ്രഥമൻ ഉണ്ടാക്കി. ഞാനെന്ന് പറയുന്നത് ആരാണിവിടെ? കാക്ക. കാക്ക പറയുന്ന പോലെയാണ് നമ്മൾ എഴുതുന്നത്. ഒരു ദിവസം ഞാൻ പ്രഥമൻ ഉണ്ടാക്കി. പിറന്നാളിന് പോയപ്പോൾ ഒരു ചേട്ടൻ ഉണ്ടാക്കുന്നത് ഞാൻ നോക്കി നിന്ന് കണ്ടു. ആദ്യം പരിപ്പ് കഴുകി വറുത്തു, നന്നായി വേവിച്ചു. പിന്നെ അതിലേക്ക് ശർക്കര ഉരുക്കി ഒഴിച്ചു. അതിനുശേഷം തേങ്ങാപ്പാൽ ചേർത്തു. പിന്നെ ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും ചേർത്തു. അവസാനം നെയ്യിൽ വറുത്ത കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്തിളക്കി. പ്രഥമൻ റെഡിയായി. കുഞ്ഞുമക്കളെ, കാക്കമ്മ ഉണ്ടാക്കിയ പ്രഥമനാണ് ഇപ്പോൾ നമ്മൾ എഴുതിയത്. നിങ്ങൾ അമ്മമാരോട് ഇങ്ങനെ തന്നെയാണോ പ്രഥമൻ ഉണ്ടാക്കുക എന്ന് ചോദിച്ചറിയണേ. അടുത്തത് നോക്കൂ. പോഷകമാണീ പാവയ്ക്ക. ഏത് രുചിയിൽപ്പെട്ടതാണ് പാവയ്ക്ക? മിടുക്കൻ. കയ്പ് രുചിയുള്ളതാണ് പാവയ്ക്ക അല്ലേ? പക്ഷേ ഏറ്റവും കൂടുതൽ പോഷകമടങ്ങിയ ഒരു പച്ചക്കറിയാണ് പാവൽ. ആ പാവയ്ക്കയെക്കുറിച്ച് നമുക്കൊരു പാട്ടായാലോ? അച്ഛാ പിച്ചാം പാവയ്ക്ക, പിച്ചാം മോനെ പാവയ്ക്ക, കയ്പാണച്ഛാ പാവയ്ക്ക, പോഷകമാണേ പാവയ്ക്ക, വെക്കാം രുചിയിൽ പാവയ്ക്ക, പച്ച നിറത്തിൽ പാവയ്ക്ക, തിന്നാം എന്നും പാവയ്ക്ക. മക്കള് പൂരിപ്പിക്കണേ. നമ്മൾ പല രുചിയിലുള്ള ആഹാരങ്ങളെ കണ്ടെത്തി അല്ലേ? ഇനി ആഹാരങ്ങൾ പലതരത്തിൽ നമ്മൾ വേവിച്ചെടുക്കും. അതിൽ ആദ്യമായി നമുക്ക് നോക്കാം ആവിയിൽ വേവും ആഹാരങ്ങൾ. ആവിയിൽ വെന്ത് കിട്ടുന്ന
ആഹാരങ്ങൾ. നോക്കൂ ഏതെല്ലാമെന്ന്. ഇലയട, പുട്ട്, കൊഴുക്കട്ട, കുമ്പിളപ്പം, നൂലപ്പം. അടുത്തത് നമുക്ക് എന്തെഴുതാം? ഇഡ്ഡലി അല്ലേ? ഇഡ്ഡലി ആവിയിൽ വേവുന്നതാണ്. ഇനി ചുട്ടെടുക്കുന്ന ആഹാരങ്ങൾ. ഓട്ടട, പത്തിരി, ദോശ. ചുട്ടെടുക്കുന്നതാണ് ചപ്പാത്തി. അടുത്തത് വറുത്തെടുക്കും ആഹാരങ്ങൾ. എണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് ഉണ്ണിയപ്പം, അച്ചപ്പം, ബോണ്ട, പഴംപൊരി, വട. വേവിക്കാത്ത പലതുണ്ട്. ആവിയിലും ചുട്ടും വറുക്കാതെയും ഒന്നും തന്നെ ചെയ്യാതെ നമുക്ക് കഴിക്കാവുന്ന ചില ആഹാര സാധനങ്ങളുണ്ട്. ഏതാണ്? മോര്, തൈര്, സർബത്ത്, ജ്യൂസ്, സാലഡ്, ഐസ്ക്രീം. മക്കളെ എഴുതണം. കാക്കമ്മ പ്രഥമൻ എങ്ങനെയാണ് തയ്യാറാക്കിയത് എന്ന് നമ്മൾ എഴുതി അല്ലേ? അതുപോലെ മക്കൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാഹാര പദാർത്ഥം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് എഴുതി വരിക. നമ്മുടെ ഈ പാഠത്തിലെ പൂരിപ്പിക്കാനുള്ള ഓരോ ഭാഗവും ഇവരുടെ ക്ലാസ്സിൽ നിന്ന് ശ്രദ്ധിച്ച് കേട്ട് അതുപോലെ പൂരിപ്പിക്കണേ. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.